കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവായ രമണനോട് ഭാര്യ കനകമ്മ ആവശ്യപ്പെട്ടത്. അന്ന് രാത്രി അത്താഴം കഴിച്ച് അഞ്ചാറ് എമ്പക്കവും വിട്ട് കട്ടിലിൽ മലർന്നു കിടക്കുകയായിരുന്നു രമണൻ. അടുക്കളയിലെ അവസാനത്തെ പാത്രവും കഴിക്കാമെത്തി അടുക്കള വാതിലും അടച്ച് അടുപ്പിൻ തറയിലെ ചാരത്തിന്റെ ചൂടേറ്റ് കിടന്നുറങ്ങുന്ന പൂച്ചയെ തലോടിയ ശേഷം മണ്ണെണ്ണ വിളക്കുമായി കനകമ്മ മുറിയിലെത്തി. കയ്യിലിരുന്ന വിളക്കുതിക്കെടുത്തി കട്ടിലിന്റെ കീഴെ വെച്ചു. കട്ടിലിൽ നീണ്ടു മലർന്നു കിടക്കുന്ന കണവനെ നോക്കി കനകമ്മ ചോദിച്ചു, ഉറങ്ങിയോ? ദേശീയപാതക്കിടയിലെ അമ്പ് പോലെ വീർത്തിരിക്കുന്ന വയർത്തിരുമ്മിയും കൊണ്ട് കണവൻ ഇല്ലെന്ന് തലയാട്ടി. അഴിച്ചിട്ട തലമുടിക്കിടയിലേക്ക് ഇരു കൈകളും കയറ്റിവിട്ട് പരതി കൊണ്ട് കനകമ്മ പറഞ്ഞു, ഓ എന്തൊരു കടിയാ, തല നിറയെ. അതൊന്നും ശ്രദ്ധിക്കാതെ വീടിന്റെ മോന്തായത്തിലേക്ക് നോക്കി കിടക്കുകയാണ് രമണൻ. തലമുടിക്കിടയിൽ നിന്നും പാനിനെ വലിച്ചൂരിയെടുത്ത് സ്റ്റൂളിലേക്കിട്ട് കനകമ്മ എന്നിട്ട് ഷിഷ് എന്ന ശബ്ദത്തോടെ പാനിനെ കൊല്ലാൻ തുടങ്ങി. കിടന്ന കിടപ്പിൽ തലചരിച്ചു നോക്കിക്കൊണ്ട് രമണൻ ചോദിച്ചു, പാനിനെ കൊല്ലുമ്പോഴെന്തിനാ ഷിഷ് എന്ന ശബ്ദമുണ്ടാക്കുന്നത്? രാത്രിയല്ലേ ചേട്ടാ, പാൻ ഉറക്കമല്ലേ, വിളിച്ചു നിർത്തി കൊല്ലണം. അതിനു വേണ്ടിയാ. കൈ കൈയിട്ട് വാ, പാനിന്റെ രക്തത്തിന് വൃത്തികെട്ട മണമാ. ഈ കൊലപാതകം പകലാക്കിക്കൂടെ? വീട്ടിൽ പോയായിരുന്നെങ്കിൽ തലയിലെ പാനിനെല്ലാം അമ്മ കൊന്നേനെ. അതൊന്നും വേണ്ട, ഒരു പാൻ ചീർപ്പ് വാങ്ങിയാൽ പോരെ, രമണൻ അഭിപ്രായപ്പെട്ടു. ആ, ചീർപ്പ് വാങ്ങുമ്പോൾ 2 സാധനം കൂടി വാങ്ങണം. എന്താ? എനിക്കൊരു ബ്രായും ഷെഡിയും വേണം. ബ്രാ 35ന്റെ, ഷെഡി 80ന്റെയാ കേട്ടോ, മറക്കരുത്. അയ്യോ, ഞാൻ വാങ്ങാനോ? അല്ലാതരാ, അപ്പുറത്തെ മമ്മദ് കാക്ക വാങ്ങിത്തരും എനിക്ക്. എന്റെ ചേട്ടാ, കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ അതെല്ലാം വാങ്ങിത്തരും. ഞാൻ പൈസ തരാം, നീ അമ്മയെയും കൂട്ടി പോയി വാങ്ങിക്കോ. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട, ഭാര്യയ്ക്ക് അടിവസ്ത്രം വാങ്ങി കരുതി എന്താ സംഭവിക്കുക എന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ വാങ്ങിക്കൊണ്ട് വരണം. അയ്യടാ കൊള്ളാലോ, പിന്നെന്തിനാ എന്നെ കെട്ടിയത്? കനകമ്മ അരിശപ്പെട്ടു. വിളക്കൂതി കട്ടിലിൽ കയറി കിടന്നു. കൈ കയ്യിലെ, രമണൻ ഓർമ്മിപ്പിച്ചു. ഇല്ല, കഴുകണില്ല, ചത്ത പെണ്ണിന്റെ മണമടച്ചുറങ്ങിക്കോ. കനകമ്മ ദേഷ്യത്തിൽ പുതപ്പെടുത്ത് തലമുടി. ദൈവമേ, ഗ്രാമത്തിലെ കവലയിൽ ആകെയുള്ളത് ലക്ഷ്മി ടെലിറ്റേഴ്സാണ്. അവിടെ സെയിൽസ് ഗേളായി നിൽക്കുന്നത് തൻ്റെ ഒപ്പം പഠിച്ച മല്ലികയും. അവളെ വഞ്ചിച്ചിട്ടാണ് ഇവളെ കെട്ടിയത്. അവളുടെ മുന്നിൽ ചെന്ന് എങ്ങനെ ബ്രായും ഷെഡിയും വാങ്ങും? രമണൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. പിറ്റേന്ന് തന്റെ ജോലി സ്ഥാപനത്തിലേക്ക് പോകാൻ നേരം ഒരു കടലാസ് കഷ്ണം നീട്ടിക്കൊണ്ട് കനകമ്മ പറഞ്ഞു, വർക്ക്ഷോപ്പിൽ നിന്നും പോരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരണം. ഇതാ അവള്. അവളോ? ഏതവള്? അയ്യേ, അവളല്ല, അളവ്. കനകമ്മ നീട്ടിയ അളവ് കുറിച്ച പേപ്പർ പോക്കറ്റിലിട്ട് സൈക്കിളിൽ കയറി രമണൻ റോഡിലേക്ക് ഇറങ്ങി. റോഡിലൂടെ സൈക്കിളും ചവിട്ടി പോകുമ്പോഴാണ് എതിരെ തൊട്ട അയൽക്കാരി മാരിയമ്മ ചേച്ചി വരുന്നത് കണ്ടത്. രമണൻ സൈക്കിൾ റോഡ് സൈഡിൽ ഒതുക്കി ഒരു കാൽ നിലത്തൂന്നി ബെല്ലടിച്ച് മാരിയമ്മ ചേച്ചി അടുത്തേക്ക് വിളിച്ചു. ഭർത്താവുണ്ടെങ്കിലും ലേശം വശപ്പിശകാണ് മാരിയമ്മ ചേച്ചി. എന്താടാ രമണ? അരികിലെത്തിയ മാരിയമ്മ ചേച്ചിയോട് രഹസ്യമായി ചോദിച്ചു. ചേച്ചി, എനിക്കൊരു കാര്യം പറയണം. എന്താ രമണ? രഹസ്യമറിയാൻ ചേച്ചിക്കും ആകാംക്ഷ. എനിക്കൊരു ഷെഡി വാങ്ങിത്തരാമോ? അന്നെ ചെറുക്ക, കണ്ടവനെല്ലാം ഷെഡി വാങ്ങി കൊടുക്കലല്ലേ എന്റെ പണി. ഒന്ന് പോടാ പോത്തെ. അയ്യോ ചേച്ചി, എന്നാലിത് വേണ്ട, ഒരു ബ്രാ വാങ്ങി തരുമോ? നീ ബ്രായും ഇടാൻ തുടങ്ങിയോ? നീ നിന്റെ പണി നോക്കി പോടാ ചെറുക്ക. മാരിയമ്മ നടന്നു നീങ്ങി. രമണൻ സൈക്കിളിൽ കയറി വേഗത്തിൽ സ്ഥലം വിട്ടു. വൈകിട്ട് ജോലി കഴിഞ്ഞ് ലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ സൈക്കിൾ പാർക്ക് ചെയ്ത് കടയിലേക്ക് കയറി രമണൻ. മലയാള മനോരമയിലെ ഫലിത ബിന്ദുക്കൾ വായിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു ഷോപ്പിനുള്ളിൽ മല്ലിക. രമണനെ കണ്ട് എഴുന്നേറ്റ് ആഴ്ചപ്പതിപ്പ് മാറ്റിവെച്ചു. തന്നെ കെട്ടാമെന്ന് പറഞ്ഞ് പറ്റിച്ച കള്ളക്കാമുകൻ. അതിന്റെ ദേഷ്യമോ നിരാശയോ മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൾ ചോദിച്ചു, എന്തു വേണം? ആലുവ കടപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നടിക്കാതെ രമണൻ പറഞ്ഞു, ഷെഡിയും ബ്രായും വേണം. ആർക്കാ? മല്ലിക ചോദിച്ചു. ബ്രാ എനിക്കല്ല. അപ്പൊ ഷെഡിയോ? അത് ഭാര്യയ്ക്ക. അപ്പൊ ബ്രായോ? ഷെഡി ഇടുന്ന ആൾക്കാ. കളർ എങ്ങനെ? നല്ല സൂപ്പർ കളറായിക്കോട്ടെ, 4 ആൾ കണ്ടാൽ മോശം പറയരുത്. മല്ലിക ചിരിച്ചു. പാക്കറ്റിൽ നിന്നും ബ്രായും കവർ എടുക്കുമ്പോൾ മല്ലിക ഓർത്തു, എന്നെ നൈസായി ഒഴിവാക്കി ഇങ്ങർക്കൊരു പണി കൊടുത്താലോ? കൊടുക്കാം എന്ന് തീരുമാനിച്ച മല്ലിക കവർ തുറന്ന് ബ്രാ പുറത്തെടുത്ത് രമണനെ കാണിച്ചു. അയ്യോ, ഇത് വലുതല്ലേ? 38. അതെങ്ങനെ ശരിയാവും? ബ്രായ്ക്ക് 2 കപ്പിളല്ലേ ചേട്ടാ?
കപ്പലോ? കപ്പലല്ല ചേട്ടാ, മാറ്. എങ്ങോട്ട് മാറാൻ? മല്ലിക ഒരു ദീർഘശ്വാസം വിട്ടു. ചേട്ടാ, ദേ ഇത് കണ്ടോ? മല്ലിക പ്രായിൽ തൊട്ട് കാണിച്ചു കൊടുത്തു. 2 കപ്പിളാണത്. ഒരു കപ്പിളിന്റെ അളവാണ് 38, രണ്ടും കൂടി അതിനിരട്ടി വലുപ്പമുള്ളത്. ഓ, അത് ശരി. വീട്ടിലെത്തിയപ്പോൾ കനകമ്മ വലിച്ചെറിഞ്ഞ ബ്രാ കൃത്യം രമണന്റെ മുഖത്ത് തന്നെ പതിച്ചു. 2 ചെവികൾക്കിടയിൽ ബ്രായം കൊളുത്തി ഒടുക്കി മുന്നിലേക്ക് തൂങ്ങിയാടുന്ന രംഗം കണ്ടുകൊണ്ട് കയറി വന്ന അമ്മ ചോദിച്ചു, ഇതെന്താടാ? ബ്രാ കൊണ്ട് ഊഞ്ഞാലും കെട്ടിയോടെ അതിലെത്തി ആട്ടി ഉറക്കാനാണോ? രമണൻ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞു, ഇത് ഊഞ്ഞാലാ. ഭാര്യ മാത്രമല്ല, അമ്മയും കയറിയിരുന്ന് ആടിക്കോ. അല്ല പിന്നെ. അന്ന് ഉറങ്ങാൻ നേരം രമണന് മനസ്സിലായി മല്ലിക പണി തന്നതാണ്. ഈ ബ്രാ മാറ്റിയെടുക്കാൻ വീണ്ടും എങ്ങനെ അവളുടെ മുന്നിൽ ചെല്ലും? വഴിയുണ്ട്. രമണൻ എന്തോ തീരുമാനിച്ചുറച്ചു. പിറ്റേന്ന് രാവിലെ ബ്രായുമായി വേദിക്കരികിൽ പോയി നിന്ന് മാരിയമ്മ ചേച്ചിയെ വിളിച്ചു. മുറ്റമടിച്ചോണ്ടിരുന്ന ചേച്ചി ഓടി വന്നു. രമണൻ ചുറ്റും നോക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഇത് ചേച്ചിക്ക് പാകമോ? കനകമ്മയ്ക്ക് വാങ്ങിയതാ, വലിപ്പം കൂടിപ്പോയി. എടുത്തോ, അവളറിയണ്ട. മാരിയമ്മ പൊതി അഴിച്ചു നോക്കി. ഭാര്യയ്ക്ക് ബ്രാ വാങ്ങുന്ന കാര്യമ്മ ഇന്നലെ വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞതല്ലേ? രമണൻ തലയാട്ടി. 1 മിനിറ്റ്, ഒന്ന് നിൽക്കണേ രമണ, ഞാനിപ്പം വരാം. മാരിയമ്മ അകത്തേക്ക് വിട്ടു. തിരികെ വേറൊരു പൊതിയുമായി വന്നു. അതിയാന് ഞാൻ വാങ്ങിയ ഷെഡിയാ, വലുപ്പം കുറഞ്ഞു പോയി. ഇത് രമണൻ എടുത്തോ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. പൊതി രമണനെ ഏൽപ്പിച്ച് മാരിയമ്മ വീട്ടിനുള്ളിലേക്ക് പോയി. പൊതി അഴിച്ച് ഷെഡി പുറത്തെടുത്ത് തിരിഞ്ഞ രമണൻ കണ്ടത് ഉയർന്നതായെന്ന നെഞ്ചോട് കൂടി സകല പിടിയും വിട്ട് കലിതുള്ളി നിൽക്കുന്ന കനകമ്മയാണ്. വീട്ടമ്മാട്ടെ, തലേ രാത്രി തെങ്ങിൽ നിന്ന് മുറ്റത്ത് വീണ് കിടന്ന തെങ്ങിന്റെ കൈ കുനിഞ്ഞെടുത്ത് കനകമ്മ. സംഗതി പന്തികേടായെന്ന് മനസ്സിലായ രമണൻ വേലി ചാടി ഓടിയതാണ്. 2 ദിവസമായി വീട്ടിൽ കയറിയിട്ടില്ല.